ഹലോ, എല്ലാവർക്കും മൈ സ്വീഡൻ ഡയറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നെന്താണ് അവിടെ വിശേഷം? ഇവിടെ നല്ല വിശേഷങ്ങളാണ്. സമ്മർ അതിൻ്റെ ഒരു പീക്കിലെത്തി നിൽക്കുന്ന സമയമാണ്. അപ്പം ഞങ്ങളൊരു ചെറുതായിട്ടൊരു സമ്മർ ക്യാമ്പ് പോലെ വീടിന് തൊട്ടടുത്ത് തന്നെയുള്ളൊരു പാർക്കിൽ കൂടാമെന്ന് വിചാരിച്ചു. നമ്മളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഗ്രില്ലടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് സ്വീഡനിൽ വന്നിട്ട് ഈ ഒരു പരിപാടി ചെയ്യുന്നത്. നമുക്ക് കുറേ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ പയ്യെ അതിലങ്ങ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊരു അൽഫാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ റൈസ് ഓൾറെഡി കുക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അൽഫാമും റൈസും കൂടി കഴിക്കാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നല്ല വെതറാണ്, അതായത് ഒരു ഇളം കാറ്റും നല്ല ചൂടും, നല്ല രസമാണ്. പിന്നെ ഒരു വലിയ പാർക്ക് പോലെ ഏരിയ ആയതുകൊണ്ട് കുറേ കളിക്കാനുള്ള പരിപാടികളൊക്കെ അവിടെ ഉണ്ട്. കുറേ ആളുകളൊക്കെ വെയിലുകൊള്ളാൻ വന്ന് അവിടെ ഇരിക്കുന്നുണ്ട്. നല്ല സ്ഥലമാണ് കേട്ടോ. ഈ പരിപാടി നമ്മളിവിടെ ആദ്യം ചെയ്യണത് കാരണം നമ്മളിവിടെ ഇങ്ങനെ ബാഗിനകത്താണ് ഈ ചാർക്കോൾ വാങ്ങിക്കുന്നത്. അതെങ്ങനെ കത്ത് പിടിപ്പിക്കും, എങ്ങനെ തീ പിടിപ്പിക്കും എന്ന് വലിയ ഐഡിയ ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ ആദ്യം പേപ്പറൊക്കെ ഇട്ട് കത്തിച്ചൊക്കെ നോക്കി, പല വിധത്തിലൊക്കെ നോക്കി. പക്ഷെ അതത്ര അങ്ങ് സെറ്റപ്പ് ആയില്ല. പിന്നെ നമുക്ക് ഒരു ഓയിൽ വെച്ച് ഒഴിച്ചാണ് ചാർക്കോൾ കത്തിക്കേണ്ടതെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്കും അതങ്ങ് സെറ്റായി. അപ്പോൾ നമുക്ക് ആ ഓയിൽ നമുക്ക് തൊട്ടടുത്ത് തന്നെ ആദ്യം ഇവിടെ ഗ്രില്ല് ചെയ്ത ഒരു കുറച്ച് പേരുണ്ടായിരുന്നു കേട്ടോ. അവരാണ് നമുക്കത് അന്ന് ഹെൽപ്പ് ചെയ്തത്. അവരോട് താങ്ക്സ് പറഞ്ഞ്. അപ്പോൾ അവർ ഹെൽപ്പ് ചെയ്തതുകൊണ്ടാണ് നമ്മുടെ ചാർക്കോൾ കത്ത് പിടിച്ചത്. അല്ലെങ്കിൽ ഞങ്ങളും പേപ്പർ മുഴുവൻ കത്തിച്ച് കഴിഞ്ഞാൽ ആ ചാർക്കോൾ കത്ത് പിടിക്കില്ലായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ അപ്പോഴാണ് അറിയണത്. പിന്നെ ഇന്നിപ്പോൾ ഞാൻ ഗ്രില്ല് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ ഒരു വീഡിയോ ഉണ്ട് ഫുൾ ഗ്രിൽഡ് ചിക്കൻ്റെ. ആ റെസിപ്പിയല്ല, ഞാൻ ഇന്നൊരു പുതിയ റെസിപ്പിയാണ് ട്രൈ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ അൽഫാമിൻ്റെ ഒരു മസാലയാണ് ഇതിനകത്ത് പുരട്ടിയിരിക്കുന്നത്. അപ്പോൾ അൽഫാം മസാല ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ള വീഡിയോ കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോയും കൂടി കാണാം. അപ്പോൾ ആ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കും ഈ ചിക്കൻ ഇവിടെ ഇരുന്നിട്ട് ഒന്ന് ഗ്രില്ലാവട്ടെ, എന്നിട്ട് നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ഞാൻ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് ഏകദേശം 1 കിലോ 200 ഗ്രാമോളം ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഞാൻ നന്നായിട്ട് കഴുകി വരഞ്ഞ് വെള്ളം പോകാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനിത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചു. ഇനി ഞാൻ ഇതിനകത്തേക്കുള്ള മസാല ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ മസാല ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് ചെറുള്ളി വേണം, തക്കാളി വേണം, പച്ചമുളക് വേണം, പിന്നെ കുറച്ച് സാധനങ്ങൾ വേണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുക്കാം. ഈ ഒരൊറ്റ ജാറിൽ തന്നെ നമുക്ക് ഫുൾ മസാല പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെറുള്ളി ഇടുക. അത് ചുവന്ന ചെറുള്ളി അല്ലെങ്കിൽ വെളുത്ത ചെറുള്ളി. പിന്നെ തക്കാളി ഇടുക. തക്കാളി ഞാനൊരു അര തക്കാളി എടുത്തിട്ടുണ്ട്. ചെറുള്ളി ഞാനൊരു 10 ചെറുള്ളി വരെ എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഒരു 5 പച്ചമുളകോളം ഇടുക. പിന്നെ പെരുംജീരകം ഒരു ചെറിയ ടീസ്പൂണിൽ ഒരു ഫുൾ ടീസ്പൂൺ ഇടുക. അതുപോലെ തന്നെ മറ്റേ ചെറിയ ജീരകം ഒരു അര ടീസ്പൂണും ഇടുക. ഇനി നമുക്ക് ഇതിനകത്ത് പൊടികൾ ആഡ് ചെയ്യാം. അപ്പോൾ പൊടികളിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് മല്ലിപ്പൊടിയാണ്. അത് ഞാൻ 1 ടീസ്പൂണും മല്ലിപ്പൊടി ഇട്ടു. അപ്പോൾ നിങ്ങൾക്ക് മല്ലിപ്പൊടി ഇല്ല, ഉണക്കമല്ലി ഉണ്ടെങ്കിൽ അത് പൊടിച്ചിട്ടാലും മതി. എനിക്കിവിടെ ഉണക്കമല്ലിയായിട്ട് കിട്ടാത്തതുകൊണ്ട് ഞാൻ മല്ലിപ്പൊടിയായിട്ടാണ് ഇട്ടത്. അപ്പോൾ മല്ലിയായിട്ട് പൊടിക്കുമ്പോൾ അതിനൊരു ഫ്രഷ്നെസ് ഉണ്ടാവും. പിന്നെ നമ്മൾ ഒരു ചെറിയ ടീസ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മുളക് പൊടിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്യാം, കാരണം പച്ചമുളക് ഇടുന്നുണ്ടല്ലോ. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓപ്ഷണൽ ആയിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൽഫാം മസാല. അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി, ഇല്ലെങ്കിലും ഒരു പ്രശ്നമില്ല. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ അത് ഓൾറെഡി ഉള്ളതുകൊണ്ട് നമുക്കൊരു അഡീഷണൽ ഫ്ലേവറും കൂടി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഒരു ടീസ്പൂണോളം അൽഫാം മസാല കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ടത് മല്ലിച്ചപ്പാണ്. അപ്പോൾ ഞാൻ ഒരു പിടിയോളം മല്ലിച്ചപ്പ് അത് ഞാൻ എടുത്ത് ഇതിനകത്തേക്ക് ആഡ് ചെയ്തു. പിന്നെ വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അത് നല്ല പേസ്റ്റായിട്ട് അരച്ചത് ഞാൻ 2 ടീസ്പൂണോളം ആഡ് ചെയ്യുന്നുണ്ട്. കാരണം അത്യാവശ്യം ചിക്കൻ ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് ഏകദേശം 2 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇനി ഇതെല്ലാം നന്നായിട്ട് അരച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു പേസ്റ്റ് കിട്ടും. ഇനി നമുക്ക് ഈ പേസ്റ്റിനകത്തേക്ക് മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യാനുണ്ട്. അതെന്ന് പറയുന്നത് ഉപ്പാണ്. അപ്പോൾ ഞാനത് ഒരു വലിയ സ്പൂണിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പെന്ന് പറയുന്നത് 1.5 ടീസ്പൂണല്ല 1.5 ടേബിൾ സ്പൂണോളം ഞാൻ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ചിക്കന് എനിക്ക് അത്രയും വേണ്ടി വന്നു. പിന്നെ വേണ്ടത് അതേ ടേബിൾ സ്പൂണിൽ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം നല്ല പുളിയുള്ള തൈര്. അത് പുളി ഇത്തിരി കൂടുതലുള്ളതുകൊണ്ടാണ് ഞാൻ 1.5 ടേബിൾ സ്പൂണോളം നമ്മുടെ ഉപ്പ് ആഡ് ചെയ്തത് കേട്ടോ. പിന്നെ നമ്മുടെ ലൈം ജ്യൂസും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഈ ലൈം ജ്യൂസ് എന്ന് പറയുന്നത് ഞാനിവിടെ ക്യാനിൽ വാങ്ങിക്കുന്നതാണ്. നമുക്ക് ഫ്രഷ് നാരങ്ങ കിട്ടിയിട്ടുണ്ടായില്ല, അല്ലെങ്കിൽ നമുക്ക് ഫ്രഷ് നാരങ്ങ തന്നെ ഒരു ഫുൾ നാരങ്ങയോളം നമുക്ക് പിഴിഞ്ഞൊഴിക്കാം കേട്ടോ.
നല്ലതാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കതിൻ്റെ ഒരു കൺസിസ്റ്റൻസി വരുത്തിയെടുക്കാം. അപ്പോൾ ഭയങ്കര ലിക്വിഡ് കൺസിസ്റ്റൻസിയിൽ ഇതിനെ എടുക്കണ്ട, കാരണം അത് നമ്മുടെ ചിക്കനിൽ അത്ര അങ്ങ് പിടിക്കില്ല. അപ്പോൾ നല്ലൊരു തിക്കായിട്ടിരിക്കുകയും വേണം, എന്നാൽ നല്ല ലിക്വിഡ് ആയിരിക്കും വേണം. ആ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെള്ളമൊക്കെ വാർന്നിരിക്കുന്ന ഈ ചിക്കനിലേക്ക് ഈ ഒരു മിക്സ്, അതായത് ഈ ഒരു മാരിനേഷൻ്റെ മിക്സ് നമുക്ക് നന്നായിട്ട് പുരട്ടി വെക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് പുരട്ടി വെക്കണം. നന്നായിട്ട് വരഞ്ഞിട്ടുണ്ടായിരിക്കണം ചിക്കൻ. എല്ലാം വരഞ്ഞിരിക്കുന്നതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ മാരിനേഷൻ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് ഈ ഒരു ചിക്കൻ നമ്മൾ ഏകദേശം ഓവർനൈറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചിക്കനിലേക്ക് പിടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാനിത് നമ്മൾ ഈ പരിപാടിക്ക് പോകുന്നതിൻ്റെ തലേന്ന് രാത്രി തന്നെ പ്രിപ്പയർ ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഈവനിങ് ആണ് ഞാനിത് പുറത്തെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടത് സെറ്റായി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇത് നമുക്ക് ഡയറക്റ്റ്ലി അങ്ങ് ഗ്രില്ല് ചെയ്താൽ മതി. ഇതിനകത്ത് ഇനി നമുക്ക് ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് കുറച്ച് ബട്ടറും കൂടി പുരട്ടണം, അത്രയേ ഉള്ളൂ. റെസിപ്പിയൊക്കെ കണ്ടുവന്നപ്പോഴത്തേക്കും നമ്മുടെ ചിക്കനൊക്കെ ഓൾമോസ്റ്റ് ഗ്രില്ലായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസും കൂടി ഇങ്ങനെ സ്ക്യൂവേഴ്സിൽ വെച്ചിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാപ്സിക്കം 3 കളറിലുള്ളതുണ്ട്, പിന്നെ ഒനിയൻ ഉണ്ട്, പൊട്ടറ്റോ ഉണ്ട്, ടൊമാറ്റോ ഉണ്ട്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ മഷ്റൂമും ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ സ്ക്യൂവേഴ്സിൽ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചിക്കന് പുരട്ടിയ മാരിനേഷൻ കുറച്ച് ബാക്കി വന്നിട്ടുണ്ട്, ലിക്വിഡ് മാരിനേഷൻ. അപ്പോൾ ഞാൻ അത് ജസ്റ്റ് ഇതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്തു. പിന്നെ കുറച്ച് ഉപ്പും മുളക് പൊടി ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വിതറി കൊടുത്തു. അത്രയാണ് ആ ഒരു സ്ക്യൂവേഴ്സിൽ ചെയ്തുള്ളൂ. പിന്നെ അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും ആ ചൂട് കുറഞ്ഞു വന്നതുകൊണ്ട് ഈ പൊട്ടറ്റോസ് അധികം വെന്തില്ല, ബാക്കിയെല്ലാം വെജിറ്റബിൾസും തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്ക്യൂവേഴ്സ് അത്ര അങ്ങ് സക്സസ്ഫുള്ളായില്ല, പക്ഷേ നല്ലതായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം ഞാൻ ആ ചിക്കൻ്റെ തന്നെ മാരിനേഷൻ പുരട്ടിയതുകൊണ്ട് നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരുന്നു. പിന്നെ ചിക്കൻ ഞാൻ വിചാരിച്ചത് കുറേ നേരം എടുത്തായിരിക്കും കുക്കാവുള്ളൂ, കാരണം ഈ ചാർക്കോളിൽ നിന്ന് പുകയൊക്കെ കിട്ടി എപ്പോഴാണിത് കുക്കാവുക എന്നൊക്കെ എനിക്ക് കൺഫ്യൂഷനായിരുന്നു. പക്ഷേ വിചാരിച്ചതിലും ഫാസ്റ്റായിട്ട് തന്നെ ചിക്കൻ കുക്കായിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് കുക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 പേര് അവിടെ ഇരുന്ന് ചിക്കൻ കുക്ക് ചെയ്യും, ബാക്കിയുള്ള ഞങ്ങളെല്ലാവരും കൂടി കളിയായിരുന്നു. കാരണം ഗ്രൗണ്ടിൽ നല്ല സ്പേസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നമ്മുടെ ഡിസ്ക് ഗോൾഫ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, അത് കളിക്കുമായിരുന്നു. അപ്പോൾ അത് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് പേര് അവിടെ അത് കളിച്ചു. പിന്നെ 2-3 പേര് അവിടെ ഗ്രില്ലെടുക്കുന്നു. അങ്ങനെ നമ്മൾ നല്ല രസമായിരുന്നു. ഇങ്ങനത്തെ ഒരു വീക്കെൻഡ് നല്ലൊരു രസമാണ്, കാരണം നല്ലൊരു ക്ലൈമറ്റാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമുക്ക് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇങ്ങനെ ഫുഡ് കഴിക്കുക, അത് നമ്മുടെ ഇന്ത്യൻ ഫുഡ് കഴിക്കുക, നല്ല രസമല്ലേ. ഞങ്ങളിത് കുക്ക് ചെയ്യാൻ തുടങ്ങിയത് തന്നെ കുറച്ച് താമസിച്ചു, കാരണം ഞങ്ങൾ പറഞ്ഞല്ലോ ഈ ചാർക്കോൾ തീ കത്തി കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുത്തു. പിന്നെ കത്തി കിട്ടിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് സാധനം കുക്കായെങ്കിലും അപ്പോഴത്തേക്കൊക്കെ തണുപ്പ് കൂടിക്കൂടി വന്നു. ഇവിടെ ഇപ്പോൾ രാത്രി ആകുമ്പോൾ നല്ല തണുപ്പുണ്ട്. അപ്പോൾ തണുപ്പ് കൂടിക്കൂടി വന്നപ്പോൾ നമുക്ക് അധികം പുറത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നമ്മളും നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം നമ്മൾ പെട്ടെന്ന് തന്നെ അടുത്ത ഫുഡ് കഴിക്കാൻ വേണ്ടി അങ്ങോട്ട് തിരികെയായിരുന്നു. അത് കാരണം എനിക്ക് ഇത് നന്നായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. പക്ഷെ നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു, അത് പറയാതിരിക്കാൻ വയ്യ. അത് കഴിച്ച എല്ലാവരും പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ഫ്ലേവർഫുൾ ആയിരുന്നു ചിക്കൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ റെസിപ്പി നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ ഈ റെസിപ്പി ഷെയർ ചെയ്യില്ലായിരുന്നു. എന്തായാലും നല്ലതാണ് ചിക്കൻ, എനിക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞല്ലോ ഇതിൻ്റെ കൂടെ ഞങ്ങൾ കോമ്പിനേഷനായിട്ട് മന്തി റൈസ് പോലെ ഒരു റൈസാണ് ഉണ്ടാക്കിയത്. പിന്നെ ഞാനൊരു സോസും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സോസ് അടിപൊളിയായിരുന്നു. സോസിൻ്റെ റെസിപ്പി ഞാൻ വേറെ ഇട്ട് തരാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ, കൂടുതൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഞങ്ങൾ നന്നായിട്ട് വിശന്നായിരുന്നു. അപ്പോൾ കുക്ക് ചെയ്തെടുത്ത പാടെ തന്നെ ഞങ്ങളെല്ലാവരും പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ മന്തി റൈസും ഗ്രിൽഡ് ചിക്കനും ആ സോസൊക്കെ പുരട്ടിയ നല്ല അടിപൊളി അൽഫാം ഗ്രിൽഡ് ചിക്കനും ഒക്കെ കൂട്ടിയിട്ട് ഞങ്ങളെല്ലാവരും കഴിക്കുകയാണ്. അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോയിൽ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.